ഞങ്ങളൊരു യാത്രയുണ്ടല്ലോ, ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നു ആദ്യം ഹിന്ദി ചെയ്തു. ആ യാത്ര എങ്ങനെയായിരുന്നു? ആഹ് ഇപ്പം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഷോകളിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഷോ ആയിരിക്കും ബിഗ് ബോസ്. ഞാൻ ബോംബെയിൽ ഞാൻ ഡൽഹിയിലാണ് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ബോംബെയിൽ വന്ന് ഞാൻ ആദ്യത്തെ ഷോ ബിഗ് ബോസ് ആണ്. ഫസ്റ്റ് ഷോ ഇൻ ബോംബെ വാസ് ബിഗ് ബോസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അമേസിങ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വന്നത് ബിഗ് ബോസ് ആദ്യം തുടങ്ങിയത് നെതർലാൻഡ്സിൽ ആദ്യം തുടങ്ങിയ അവിടുത്തെ ആദ്യത്തെ സ്റ്റോറി എഡിറ്റേഴ്സാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ വരുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇന്നിപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാട് സീസണുകളായി, ഇപ്പോൾ നമുക്ക് തന്നെയൊക്കെ ട്രെയിൻ ചെയ്യാം. പക്ഷെ അന്ന് ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ഷോ അറിയില്ല. നമുക്ക് 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മളവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു ഫീലാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് പർട്ടിക്കുലർലി മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അതിന് ഇത്രയും ടൈമിനുള്ളിൽ, അതായത് നോട്ട് 24 hours നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോസ്. അത് ഭയങ്കര ഒരു ഫീലാണ്. പല ആൾക്കാരും ഇതിന് നിലവിൽ ഇപ്പം അഡിക്റ്റഡ് ആണെന്ന് പറയാം. 24/7 വന്നപ്പോൾ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു നെഗറ്റീവ് വശം കൂടി ഉണ്ട്. പല ആൾക്കാരും അഡിക്റ്റഡ് ആയിട്ട് മെൻ്റലി ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നു, ടി വി തല്ലി പൊട്ടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ക്രൂ എന്താണ് സംസാരിക്കുന്നത്, ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? See, in the end of the day, we are here to make a show. Like, when you ask questions, you make a show. It's for entertainment of the people. അല്ലേ, നമ്മൾ ആൾക്കാരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വി ആർ ഹാപ്പി സംടൈംസ്. ലൈക്ക് അവർ കുറച്ച് കൂടുതൽ ക്യാരിഡ് അവേ ആയി പോകാറുണ്ട്. പക്ഷെ അത് ഷോയുടെ ഗുണമായിരിക്കാം, ഇല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ കണ്ടിരിക്കാനുള്ള രസമായിരിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിയൽ ലൈഫ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റോറി. അല്ലേ, നമ്മുടെ ലൈഫുകളിൽ നടക്കുന്ന കാര്യമാണ് ഏറ്റവും രസം നമുക്ക് കണ്ടിരിക്കാൻ. അത് ഒരു വീടിൻ്റെ അകത്ത് 4 വാളിൻ്റെ അകത്ത് ആൾക്കാരെ ഇട്ടിട്ട് നമ്മൾ അതിൽ ചില പ്രഷർ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് കണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഓഡിയൻസ് അവരുടെ ഒപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് സംടൈംസ് യു കാൻ സേ അത് ആ ഷോയുടെ ഇതായിരിക്കാം, ഒരു രസം, അതിൻ്റെ ഒരു ഹരമായിരിക്കാം. കഴിഞ്ഞ കൊടുത്ത വിവാദത്തിൽ വേറൊരു കാര്യങ്ങൾ ചെയ്യാം. ലാലേട്ടന് ഒത്തിരി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിട്ടുണ്ട്. ലാലേട്ടനെതിരെ വലിയ ആരോപണങ്ങൾ. അദ്ദേഹം എവിടെ നിന്നാലും, ലാലേട്ടൻ നമുക്കറിയാം, എവിടെ നിന്നാലും അദ്ദേഹത്തിന് എതിരെ വലിയ രീതിയിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ഇത്ര കോടികൾ സമ്പാദിക്കുന്നില്ല ചോദിച്ചു. അത് താങ്കളെ പോലുള്ളവർക്ക് താങ്കളുടെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദത്തിൽ ലാലേട്ടനിലേക്ക് എത്തുന്നു. അത് താങ്കൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദം മാത്രമൊന്നും അല്ല ഇത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിറങ്ങിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. സോ ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. ഇത് എല്ലാവരെയും ബാധിക്കില്ല അങ്ങനെ ഒരു ഷോ. ഇറ്റ്സ് എ ബിഗ് ഷോ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തിങ്, ഇപ്പം ഞാൻ റിയാലിറ്റി ചെയ്യാത്ത സമയത്ത് പോലും, ഞാൻ വീക്കെൻഡ് എപ്പിസോഡും ചെയ്യുന്ന സമയത്ത് പോലും റിയാലിറ്റിയിൽ എന്തെങ്കിലും വരുന്നത് പോലും എൻ്റെ തലയിൽ വെച്ചിട്ട് എനിക്കെതിരെ ആൾക്കാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സാർ ഒരു പാട്ടാണ്, സാറ് ഷോയുടെ ഫേസാണ്. ഇത് ഞാനായിട്ട് എൻ്റെ പേരിൽ തുടങ്ങിയതല്ല, ഞാനതിൽ ഉത്തരവാദിയല്ല, എനിക്ക് യാതൊരു റോളും അതിലില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ സീനിയേഴ്സായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. സോ അവർക്ക് ക്ലിയർ ആണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വിവാദം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വലിയ വിവാദമാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ കുറ്റക്കാരനാണെങ്കിൽ എൻ്റെ മോളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ മോം ആൻഡ് പോപ്പ്. ഇറ്റ്സ് കോർപ്പറേറ്റ് ആണല്ലോ, ഇപ്പോൾ എല്ലാം കോർപ്പറേറ്റ് ആണ്. സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഇത്തരം വിവാദങ്ങളുണ്ടായപ്പോൾ എന്തായാലും ലാലേട്ടൻ വരുന്നുണ്ട്, നിങ്ങളുമായിട്ട് സംസാരമുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു, ലാലേട്ടൻ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്ന്? ഓഫ് കോഴ്സ് സാറായിട്ട് ചെറിയതുണ്ട്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ മാത്രമാണ്. ഷോ റൺ ചെയ്യുന്ന വേറെ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അകത്ത്, അല്ലേ. എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഏഷ്യാനെറ്റിൽ നിന്നുണ്ട്, എൻ്റെ മോളിൽ നിന്നുണ്ട്. അവരൊക്കെ ആയിട്ട് ഇത് സീരിയസ് ഡിസ്കഷൻ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഡിസ്കഷൻ. സാറിനെതിരെ ആണെങ്കിലും ഷോയ്ക്കെതിരെ ആണെങ്കിലും ഭയങ്കര അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നൊരു സമയമാണ്. ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മെലോ ഡൗൺ ഓൺ എവറിത്തിങ്, ബിക്കോസ് ടിൽ ദാറ്റ് പോയിന്റ് ഐ തിങ്ക് ആ ഷോയുടെ ചേഞ്ച് സിമി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം വരെ ലാൽ സാർസ് എപ്പിസോഡ് വാസ് ഓൾവേസ് ഫയർ, അല്ലേ. ഇപ്പം ഇന്നും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഫയർ ആയിരുന്നു. പക്ഷെ സോ എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ മാത്രമല്ല ഇതിൽ, ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ്.
എല്ലാവരുമായിട്ട് സംസാരം നടന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നടക്കുമല്ലോ കേട്ടോ. ബിക്കോസ് ഒരു ഇതാണത്, ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ. അപ്പോൾ എല്ലാവരും സംസാരിക്കുമല്ലോ. അഫീസ് എന്തൊക്കെ മറച്ചു മറച്ചു വെക്കുന്നുണ്ട്, വെക്കുന്നു. പറയാൻ ഭയപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഹാഫിസൊക്കെ. ഇങ്ങനെയല്ല. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി സാർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ സംസാരിച്ചിട്ടില്ല. സാറ് സംസാരിച്ചിട്ടുണ്ടാവും ഫോർ ഷുവർ. ഇതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റ് സാറിന് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, കൊല്ലങ്ങളായിട്ട് അറിയാവുന്നവരുണ്ടാവും. അവരായിട്ട് സാർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. ഐ വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്. അല്ലാതെ എനിക്ക് പേടിയായിട്ടോ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് അത് മാത്രമാണ്. ബിക്കോസ് ഞാൻ ഇത്രയും ഈ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിരിക്കുന്ന ഒരാളല്ല. ബിക്കോസ് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. ബിക്കോസ് ഫോർ മീ ഇറ്റ് ഇസ് എ ഷോ. അത് കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 3 മാസം അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയോ അതിൻ്റെ ഇതിൽ നടന്നിട്ട് കാര്യമില്ല. ഐ നീഡ് ടു ലുക്ക് ഫോർ അനദർ വർക്ക് തിങ്സ്. അതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും ഐ ലവ് ദ ഷോ, പക്ഷെ ഒരു ഫാൻ ബോയ് ആയിട്ടല്ല, ഒരു ക്രിയേറ്റർ ആയിട്ടാണ് ഇതെനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോയുടെ പാക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറോ അതിനെപ്പറ്റി വെച്ചുകൊണ്ടിരിക്കലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ റിലേഷൻഷിപ്പ് ആൾക്കാരായിട്ടുള്ളത് അത് ഷോ മാത്രമാണ്. സാറ്റർഡേ സൺഡേ സിബിൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു സ്ക്രിപ്റ്റിന്റെ പുറത്താണെന്നുള്ള സംസാരമുണ്ട്. ഇത് ബേസിക്കലി ഐ ഹാവ് നെവർ വർക്ക്ഡ് വിത്ത് എ സ്ക്രിപ്റ്റ്, ഒരു ഫോർമാറ്റ് സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇത് ഞാൻ പേഴ്സണലി എടുക്കുന്ന ഒരു ഡിസിഷനും അല്ല ഇത്. ലൈക്ക് ഐ സെഡ്, നമ്മളതിൽ ക്രിയേറ്റീവായിട്ട് ഇതെങ്ങനെ എല്ലാം കൂടെ ഒരു എപ്പിസോഡാക്കി കൊണ്ടുവരാൻ പറ്റും. ടാസ്ക് വേണം, ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്ത് ഒരു എൻ്റർടൈനിങ് എപ്പിസോഡാക്കാൻ നോക്കുന്നത് നമ്മളാണ്. പക്ഷെ ഇതിൻ്റെ അത് കോണ്ടന്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഡിസിഷൻ എടുത്തിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റില്ല. അറിയായിരിക്കും, യു വിൽ ബി നോയിങ് ഇറ്റ് ബെറ്റർ. യു ഹാവ് എ ചാനൽ ഹെഡ്, യു ഹാവ് എ റിയാലിറ്റി ഹെഡ്, യു ഹാവ് എൻ പ്രൊജക്ട് ഹെഡ് ഫോർ എൻ്റർമോൾ. അപ്പോൾ ഇവരെല്ലാവരും, പിന്നെ റിയാലിറ്റി ഹെഡ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്നൊരു മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിച്ച് സംസാരിച്ച് ഇന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, ഇന്ന രീതികളാണ്. ബിക്കോസ് ദിസ് ഇസ് ദ ഇഷ്യൂ ദാറ്റ് നീഡ്സ് ടു ബി ഡെൽറ്റ് വിത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു റൺ ഓർഡർ വിൽ ഹാവ്. ഓക്കെ, ഇന്ന പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ ലാൽ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ലാൽ സാർ മോസ്റ്റ്ലി സാർ എപ്പിസോഡ് കണ്ടിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്ത 2 സീസണിലും സാർ എപ്പിസോഡ് കാണാറുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സായി പോയി തിരക്കുണ്ടെങ്കിൽ തന്നെയും സാർ പറയും, ഓക്കെ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് രാത്രി കാണാം. എന്നിട്ട് കണ്ടിട്ടാണ് സാറ് ഫ്ലോറിൽ വരുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം തിങ് എന്താ വെച്ചാൽ, ഇറ്റ്സ് എ കോൺവെർസേഷൻ ദാറ്റ് ഹാപ്പൻസ്. വി ഹാവ് എ ടോപ്പിക്. വെൻ ദ ടോപ്പിക് ഇതാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്. ഈ അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്കിൽ ഇതാണ് നമ്മുടെ സബ് ടോപ്പിക്സ്. നൗ വി ഡിസ്കസ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പറയുക. അപ്പോൾ അതിൽ ഇതൊരു ഒരു റിയാലിറ്റിയിൽ തന്നെ ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഹാർഡ് കോർ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതല്ല. പക്ഷെ ഓഫ് കോഴ്സ് വി ഹാവ് പോയിന്റേഴ്സ്. അത് വേണമല്ലോ, അല്ലാതെ നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പോയിന്റർ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഒരു അജണ്ട ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.